ജിയോ ഹോട്ട്സ്റ്റാറിലുള്ള ഒരു കിടിലൻ വെബ് സീരീസ് പറയാം. ഇതിന്റെ ഒരു ബേസിക് പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കൊണ്ട് നമ്മൾ വണ്ടറടിച്ചു പോകും. സോ ഒരു മസ്റ്റ് വാച്ച് സൈഫൈ ആക്ഷൻ സ്പൈ ത്രില്ലർ ആണ് ദ കോപ്പൻഹേഗൻ ടെസ്റ്റ്. തോമസ് ബ്രാൻഡൻ ക്രിയേറ്റ് ചെയ്ത് സിമു ലിയു, മെലീസ ബെരേറ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഇംഗ്ലീഷ് സൈഫൈ സ്പൈ ആക്ഷൻ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ഒരു സമീപ ഭാവി കാലമാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു ഇന്റലിജൻസ് ഏജന്റിന്റെ ബ്രെയിൻ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് അയാൾ കാണുന്നതും കേൾക്കുന്നതെല്ലാം മറ്റു ചിലർക്ക് കാണാൻ പറ്റും. അത് ആരാണ്, എന്തിനാണ് അത് ചെയ്തത്, ഇതൊക്കെയാണ് ഈ സീരീസ് പറയുന്നത്. ഒരു കിടിലൻ ത്രില്ലർ സീരീസ് ആണിത്. കിടിലൻ ഐഡിയ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതോ അല്ലെങ്കിൽ പ്ലെയിനോ കാറോ ഒക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ ഹാക്ക് ചെയ്യപ്പെടുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിന്തയായിരുന്നു. സോ ഈ ഒരു ബയോ ഹാക്കിംഗ് പോലെ സങ്കീർണമായിട്ടുള്ള സാങ്കേതികത ഉപയോഗിക്കുന്ന ഒരു കിടു സൈഫൈ സ്പൈ ത്രില്ലർ കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു തോട്ടാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ് ആയിട്ട് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്. പിന്നെ സീരീസ് വളരെ ത്രില്ലിംഗ് ആണ്, ടെൻഷൻ ബിൽഡിംഗ് ആണ്. അടുത്തായിട്ട് എന്ത് സംഭവിക്കും, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്നൊക്കെയുള്ള ആ ഒരു ആകാംക്ഷ നമുക്ക് ഉടനീളം നിലനിർത്താനായിട്ട് കഥയ്ക്ക് കഴിയുന്നുണ്ട്. മോഡേൺ ടെക്നോളജി ഹാക്കിങ്ങിന്റെ അനന്ത സാധ്യതകളൊക്കെ കാണിച്ചിരുന്ന കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കൂടിയാണ് ഇതിനുള്ളത്. ഇതിൽ മോഴ്സ് കോഡൊക്കെ കഥയിൽ ബ്രില്യന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നൈസ് ആയിരുന്നു. അതുപോലെ ഇതിന്റെ ക്ലൈമാക്സ് കിടുവാണ്. ഇപ്പോഴത്തെ ഈ ആക്ഷൻ പടങ്ങളെന്നും പറഞ്ഞു വരുന്ന സിനിമകൾക്ക് തരാൻ പറ്റാത്ത സാറ്റിസ്ഫാക്ഷൻ തരുന്ന കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ പടത്തിലുണ്ട്. പിന്നെ എൻഡിങ്ങില് ഇതില് പരസ്പരം അറിയാതെ രണ്ട് ക്യാരക്ടേഴ്സ് ആ കൊണ്ടു നിർത്തിയ ആ ഒരു പാർട്ട് മനോഹരമായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ കഥയിലുണ്ട്. നല്ല രീതിയിൽ എഴുതിയ കുറച്ച് കഥാപാത്രങ്ങൾ കൂടി സീരീസിലുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ നായകൻ അലക്സാണ്ടർ എന്ന കഥാപാത്രം, ആ ക്യാരക്ടർ തന്നെ വളരെ യൂണീക്ക് ആണ്. അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യും, എങ്ങനെയൊക്കെ അയാൾ ഓരോ സാഹചര്യം അഭിമുഖീകരിക്കും, ഇതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാകുന്നുണ്ട്. സിമു ലിയു ആണ് ആ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. കിടുവായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിലെ മറ്റൊരു ക്യാരക്ടറാണ് ഇതിലെ മിഷേൽ എന്ന മറ്റൊരു ഇന്റലിജൻസ് ഏജന്റ്. ഇമോഷൻസ് വെച്ച് കളിക്കുന്ന നമ്മുടെ പല ക്ലീശ നായിക സങ്കല്പങ്ങളെയും പൊളിച്ചെടുക്കുന്ന ഒരു കഥാപാത്രമാണ്. മെലീസ ബെരേറ എന്ന നടി ആ ക്യാരക്ടർ കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ വിചിത്രമായിട്ടുള്ള, വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള എന്നാൽ ബ്രില്യന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്ന ഇതിലെ കഥാപാത്രമാണ് സാമന്ത പാർക്കർ എന്ന മറ്റൊരു ഏജന്റ്. ഒരാൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അയാൾ പിന്നെ ഓരോ കാര്യങ്ങളും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മുൻകൂട്ടി കാണാൻ ശ്രമിക്കുന്ന ഒരു എക്സ്പേർട്ട് ആണ്. ആ ഒരു ഐഡിയ തന്നെ കിടലായിരുന്നു. പാർക്കറായിട്ട് വരുന്നത് സിംഗ്ലെയർ ഡാനിയൽ ആണ്. മികച്ച പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരി. പിന്നെ ഇതിലെ കോബ്, സെന്റ് ജോർജ്, വിക്ടർ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് വളരെ രസകരവും ഇൻട്രസ്റ്റിംഗും നമുക്ക് ഇഷ്ടവും തോന്നുന്ന കഥാപാത്രങ്ങളാണ്. അഭിനയിച്ച ആക്ടേഴ്സിന്റെ എല്ലാം പ്രകടനങ്ങളും മികച്ചതാണ്. ഇത് ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ്. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, കളർ ടോൺ ഒക്കെ എടുത്ത് തന്നെ പറയണം. പ്രത്യേകിച്ച് ഇതിന്റെ കളർ ടോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും കൊള്ളാമായിരുന്നു. പിന്നെ ഗ്രാഫിക്സ് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ആക്ഷൻ സീക്വൻസുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞു മികച്ചതാണ്. പിന്നെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഈ സീരീസ് കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ട് ഈ ഫാസ്റ്റ് പേസ് ആക്ഷൻ മാസ് പടങ്ങൾ, സീരീസുകളുടെയൊക്കെ ലവേഴ്സിന് അത്രയ്ക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇതിന്റെ ആ ഒരു യുണീക്ക് പ്രമേയം കൊണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരിക്കലും നിർത്തിയിട്ട് പോവില്ല. എങ്ങനെയെങ്കിലും ഇത് കണ്ടു തീർക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആക്ച്വലി ഇതിന്റെ ലെങ്ത് വേണമെങ്കിൽ ഒരല്പം കൂടി കുറയ്ക്കാമായിരുന്നു. സത്യത്തിൽ ഒരു 6 എപ്പിസോഡിലൊക്കെ തീർക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടൈറ്റും ക്രിസ്പുമായതിന്. എനിക്ക് എന്തായാലും ഇതിന്റെ സ്പീഡ് പെർഫെക്റ്റ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു മികച്ച സ്പൈ ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ് ദ കോപ്പൻഹേഗൻ ടെസ്റ്റ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. ഒരേ സമയം സ്പൈ ത്രില്ലർ ആണ്, കൂടെ സൈഫൈ എലമെന്റ്സും ഉണ്ട്. സോ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്പൈ ആക്ഷൻ സീരീസ് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. പീകോക്ക് ഒറിജിനൽ സീരീസ് ആണിത്. ഇന്ത്യയിൽ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ പീകോക്കിന്റെ അല്ലെങ്കിൽ HBO ഒക്കെ ഒറിജിനൽ കണ്ടന്റ് ഒക്കെ ഇന്ത്യയിൽ ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്, ജിയോ ഹോട്ട്സ്റ്റാറിൽ. 46 മുതൽ 56 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. 18+ എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ തീമിന്റെ ഒക്കെ ആ ഒരു പ്രത്യേകത കൊണ്ട് 16+ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.